മാമ്പുള്ളി ടീം നാടൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്റ്റാർ മണലൂർ, യോർക്കർ കിങ്സ് മണലൂർ എന്നീ ക്ലബ്ബുകളുമായി സഹകരിച്ച് നടത്തിയ മണലൂർ സ്പോർട്സ് അക്കാദമിയുടെ സമ്മർ ഫുട്ബോൾ ക്രിക്കറ്റ് ക്യാമ്പിന്റെ സമാപന സമ്മേളനം സംഘടിപ്പിച്ചു. മണലൂർ ഗവൺമെന്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയ ഇന്ത്യൻ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാരെയും വിജയികളായ ടീമിനെയും ചടങ്ങിൽ ആദരിച്ചു. മുൻ വർഷങ്ങളിലെ ക്യാമ്പിൽ നിന്നും പരിശീലനം ലഭിച്ച മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികളായ വിഘ്നേഷ്, അഗ്നേയ്, ഷാലോക്, ബ്രഹ്മദത്ത്, ആയുഷ് എന്നിവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. ക്ലബ് അംഗം ഡിജിൻ പൊറ്റക്കാട്ട്, ബൈജു ചുള്ളിയിൽ, സുധീർ പൊറ്റക്കാട്ട്, ഗിരീഷ് ചിറയത്ത്, സിദ്ധു കാറ്റനടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെൻറ് സ്കൂളിലെ ഒരു ഗ്രൗണ്ട് സന്ദർശിക്കലാണ്. അത് 14 ജില്ലകളിലും അതുപോലെ തിരഞ്ഞെടുത്ത് അദ്ദേഹം യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വന്നത് കണ്ടശാങ്കളവ് മുണ്ടശ്ശേരി മാഷ പേരിലുള്ള സ്കൂൾ ഗ്രൗണ്ടിലാണ് വന്നത്. അവിടെ വന്ന് അവിടുത്തെ ഇതുപോലത്തെ ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട്. ഒരു കോച്ചിങ് ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ കുട്ടികളും പിന്നെ ആ പരിസര പ്രദേശത്തുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മന്ത്രി അവിടെ സംസാരിച്ചത് വേറൊന്നുമല്ല, ഇവിടെ രാകേഷ് മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് സംസ്ഥാനത്ത് വ്യാപകമായി സിന്തറ്റിക് ലഹരിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രചരണവും അതിനെതിരായിക്കൊണ്ടുള്ള നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആകർഷ്ടരാകുന്ന വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതലായിട്ട് ആകർഷ്ടരായിക്കൊണ്ടിരിക്കുന്നത്. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട്, ആ സന്ദർശന ജാഥയുടെ ഭാഗമായിട്ട് ഈ സംസ്ഥാന സർക്കാർ തന്നെ ആഗ്രഹിക്കുന്നത്.